ഹലോ, ഇന്ന് നമ്മളൊരു വൈറ്റനിങ് ഡ്രിങ്കാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്കിന്ന് വൈറ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഡാർക്ക് ആയാലും എന്താ ഭംഗിയില്ലേ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂടിയാലും നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലേ. നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആവാനും നല്ല സ്കിന്നൊന്ന് സ്മൂത്ത് ആവാനും അതുപോലെ നമ്മുടെ ഏജ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞ് തോന്നാനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് ആട്ടോ. നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ കുക്കുംബർ, ഇത് മൂന്നെണ്ണമാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ബീട്രൂട്ടിന് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ പീസ് ഞാൻ കുറച്ച് ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും പിന്നെ ഒരു ചെറിയ പീസ് കുക്കുംബറുമാണ്. ഈ കുക്കുംബറിന് പകരം നമുക്ക് ആപ്പിൾ യൂസ് ചെയ്യാം കേട്ടോ. ആപ്പിൾ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കുടിക്കാനൊരു ബുദ്ധിമുട്ട് അധികം ഉണ്ടാവില്ല. ഒരു ചെറിയൊരു സ്വീറ്റാണല്ലോ ആപ്പിൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക, കാരണം അല്ലാതെ നമുക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തരിതരിപ്പ് വന്നാൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഒരിക്കലും ഇത് അരച്ചെടുത്ത ശേഷം ഒരിക്കലും പിന്നെ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. അരിപ്പയിലിട്ട് അരിച്ചിട്ട് യൂസ് ചെയ്യരുത്, കാരണം ഇതിൽ ഫൈബർ കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ ബോഡിയിൽ ചെന്നാൽ മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ എപ്പോഴും അരച്ചെടുക്കുക, എന്നാലേ നന്നായിട്ട് അരയും. അരഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാനുള്ളൊരു ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചും കൂടെ വെള്ളം നമുക്ക് കംഫർട്ടാവുന്ന രീതിയിൽ നമുക്കിത് ഡയലൂട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിത് ഈ ഒരു ഡ്രിങ്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ കുടിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഒരു മാസമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത ശേഷം നമുക്ക് റിസൾട്ട് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പിന്നെ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഈ പീരീഡ്സൊക്കെ വരുമ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വരാറില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ഡ്രിങ്കാണ്. കാരണം നമ്മൾ ടയേർഡൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാവും, നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയുകയാണ്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാന്ന് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ടേസ്റ്റ് ഒന്നുമില്ല, നമുക്ക് വായിക്ക് വലിയ പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് രാവിലെ കുടിക്കുമ്പോഴൊക്കെ വോമിറ്റ് ചെയ്യാൻ വരും, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ബീട്രൂട്ടിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടനേരത്തെ ഒരു 12 മണിക്കൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലിലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ